ഗൈസ്, ടോട്ടലി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മൂവീസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് കൃഷാന്ത് അവസാനമായിട്ട് ഡയറക്ട് ചെയ്തിട്ടുള്ള മസ്തിഷ്ക മരണം റിലീസായി. കഴിഞ്ഞ ദിവസമായിരുന്നു റിലീസായത്. 2012 കൃഷാന്ത് എന്ന് പറയുന്ന ഡയറക്ടർ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അത്യാവശ്യം നല്ല സിനിമകളൊക്കെ ചെയ്തിങ്ങനെ വരുന്നു. ഇടക്കാലത്ത് വെച്ച് ആവാസ വ്യൂഹം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യുന്നു. സിനിഫൈൽ സർക്കിളിലെല്ലാം കൃഷാന്ത് എന്ന് പറയുന്ന ഡയറക്ടറും അദ്ദേഹം ചെയ്യുന്ന സിനിമകളും അതിലൂടെ ശ്രദ്ധിക്കപ്പെടുന്നു. അവിടുന്ന് അങ്ങോട്ടാണ് പുരുഷപ്രേതം എന്ന് പറയുന്ന സിനിമ വരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അത് OTT-യിലാണ് റിലീസ് ചെയ്തത്. പക്ഷേ തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്ത് അത്യാവശ്യം നല്ല അഭിപ്രായങ്ങൾ കിട്ടേണ്ട സിനിമയായിരുന്നു. OTT-യിൽ വന്നപ്പോഴും നല്ല അഭിപ്രായങ്ങൾ കിട്ടിയെങ്കിലും അർഹിക്കപ്പെടുന്ന രീതിക്ക് ആ സിനിമ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. വളരെ മികച്ച സിനിമയായിരുന്നു. കൃഷാന്ത് എന്ന് പറയുന്ന ഡയറക്ടറുടെ ഏറ്റവും മികച്ച വർക്കായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒന്നുകൂടിയാണത്. മാത്രമല്ല, നമ്മുടെ ഇവിടെ മലയാള സിനിമകളിൽ അധികം കണ്ടുവരാത്തൊരു ഫ്ലേവർ കൂടിയാണ് ആ ഒരു മൂവി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതൊരു ഒരു ഒരു ഇന്റലക്ച്വൽ സെറ്റർ മൂവി കൂടിയാണ്. അപ്പൊ എല്ലാ രീതിക്ക് നോക്കുകയാണെങ്കിലും ഒരുപാട് എടുത്തെടുത്ത് പറയാവുന്ന ക്വാളിറ്റീസ് ഉള്ള ഒരു മൂവിയാണ് പുരുഷപ്രേതം. അപ്പൊ ആ സിനിമയ്ക്ക് ശേഷം കൃഷാന്ത് വീണ്ടും സിനിമകൾ ചെയ്യുന്നെങ്കിലും എനിക്ക് ഒരുപാട് ഭയങ്കര മികച്ച സിനിമകളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ പുരുഷപ്രേതത്തെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന സിനിമ അത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഞാനിപ്പം നമ്മുടെ മസ്തിഷ്ക മരണം കാണാൻ പോയിട്ടുള്ളത്. ഭയങ്കര എക്സ്പെക്ടേഷൻ വെച്ച് കാണാൻ പോയിട്ടുള്ള സിനിമയാണ്. ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, പുരുഷപ്രേതം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇദ്ദേഹം മസ്തിഷ്ക മരണത്തിലൂടെ ടെക്നിക്കലി അങ്ങ് ഞെട്ടിച്ച് കളയുന്ന സംഭവങ്ങളാണ് തന്നിട്ടുള്ളത്. അതായത് വിഷ്വൽ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ, നമ്മൾ അതിന്റെ എല്ലാ മേഖലയിൽ നോക്കുകയാണെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനൊക്കെ എത്രയോ അപ്പുറത്തേക്കാണ് നമ്മുടെ മലയാള സിനിമയെ അദ്ദേഹം ഇപ്പം കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. 2046 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ പറഞ്ഞു പോയിട്ടുള്ളത്. സയൻസ് ഫിക്ഷൻ സൈഫൈ മൂവിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാവനകളിലൂടെയാണ്, കൃഷാന്ത് എന്ന് പറഞ്ഞ റൈറ്ററുടെ ഭാവനയിലൂടെയാണ് ഈ പറയുന്ന സിനിമ മൊത്തത്തിൽ പോയിട്ടുള്ളത്. 2046 നിയോ കൊച്ചി എന്ന് പറയുന്ന കൊച്ചി, ഇപ്പോഴത്തെ കൊച്ചി നിയോ കൊച്ചി, ആ നിയോ കൊച്ചി എങ്ങനെയായിരിക്കും, അവിടുത്തെ ജനങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും, കാലഘട്ടത്തിനനുസരിച്ച് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും, അതെല്ലാം ഈ പറയുന്ന കൃഷാന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാവനയിലൂടെ പോകുമ്പോൾ വളരെ കൗതുകത്തോടു കൂടി കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു കോൺസെപ്റ്റ്, സിനിമ പറയുന്ന കോൺസെപ്റ്റ് വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ അത്ഭുതത്തോടു കൂടി കാണേണ്ട സംഭവമാണ്. നമ്മുടെ ഓർമ്മകളെ, നമ്മുടെ ചിന്തകളെ, സ്വപ്നങ്ങളെ പോലെ ഡിജിറ്റലൈസ് ചെയ്തിട്ട് അതിനെ കൊണ്ടുപോയിട്ട് വിൽക്കുന്ന ഒരു സംഭവം. ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ അടിപൊളി സംഭവമാണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇദ്ദേഹം അതൊക്കെ വെച്ചൊരു സിനിമ എടുക്കുകയാണ്. ഈ സിനിമയ്ക്കകത്താണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു കാലഘട്ടവും കാര്യങ്ങളൊന്നും ആയിട്ട് ബന്ധമില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാത്തൊരു വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞ സംഭവത്തിലേക്കാണ് കഥ കൊണ്ടുപോകുന്നത്. അതോടൊപ്പം വളരെ കാലിക പ്രസക്തമായിട്ടുള്ള, എല്ലാ കാലത്തും പ്രസക്തമായിട്ട് നിലനിൽക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. സോ അതിന്റെ ഒരു തീം എന്ന് പറയുന്ന സംഭവമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുരുഷപ്രേതത്തെക്കാളൊക്കെ അപ്പുറം നിൽക്കുന്ന സിനിമയായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേ സമയം തന്നെ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും അധികം പരിമിതിയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ സിനിമ കൊണ്ടുപോയിട്ടുള്ള രീതിയുണ്ട്. അതായത് ഫ്രെയിമിങ്, ലൈറ്റിംഗ്, കളർ ടോൺ ഇതൊക്കെ വെച്ചിട്ട് ഒരു ക്യാമറ ലാംഗ്വേജ് എന്ന് പറയുന്ന സംഭവത്തെ ഏറ്റവും മാക്സിമം ആയിട്ട്, ഏറ്റവും മികച്ച ഔട്ടായിട്ട് നമുക്ക് തരുവാണ്. ഒരു വിഷ്വൽ മാജിക് തന്നെ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും മറ്റേതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അതെല്ലാം ഏറ്റവും മികച്ച രീതിക്ക് ചെയ്ത് ടെക്നിക്കലി അടിപൊളിയായിട്ട് നമുക്ക് ഈ വർക്ക് തരുന്നുണ്ട്. പക്ഷേ അതിനകത്തുള്ള ഒരു വലിയ പരിമിതി എന്താണെന്ന് വെച്ചാൽ, കോൺസെൻട്രേഷൻ മൊത്തത്തിൽ ഈ രീതിയിലേക്ക് പോകുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ചും വിഷ്വൽസ്, സോഷ്യൽ സറ്റയർ, സൈഫൈ പോലുള്ള എല്ലാം മിക്സ് ആയി കിടക്കുന്ന ഒരു സമയത്തും അതിനകത്ത് കഥ പറയുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയാണ് ഏറ്റവും അധികം പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് കഥ പറച്ചിൽ എന്ന് പറയുന്നത് ഒട്ടും എൻഗേജിങ് അല്ല. അതായത് വിഷ്വലി സ്ട്രൈക്കിംഗ് ആണെങ്കിലും ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ അച്ഛനമ്മ പോലുള്ള ആളുകളൊക്കെ കൊണ്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഈ സിനിമയിൽ ഒരു കണക്ഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്ന സംഭവം സൈബർ പങ്ക് മോഡൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സംഭവം ഒക്കെ ചെയ്തു വന്നപ്പോ ഇതിനകത്തുള്ള ഒരു നരേറ്റീവ് ടൈറ്റ്നെസ് എന്ന് പറയുന്ന സംഭവം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ ഓഡിയൻസിന് ഇത് ഭയങ്കര ഡ്രാഗ് ആയിട്ട് ഫീൽ ചെയ്യും, ഭയങ്കര ബോറടിപ്പിക്കുന്ന ഫീലിലേക്കൊക്കെ എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇതിനകത്ത് വിഷ്വലി ഇവർ ഒരുപാട് ഫോക്കസ് ചെയ്തു. കഥയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുവരാൻ ഇവർക്ക് പറ്റാത്ത രീതിക്ക് ഇത് കയ്യിൽ നിന്ന് പോയി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ എടുത്തു പറയേണ്ട സംഭവമാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരുടെ കാര്യം. എല്ലാവരും ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമ്മുടെ രജിഷ വിജയന്റെ നായിക കഥാപാത്രം ഫ്രിഡ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, സത്യം പറഞ്ഞാൽ സംവിധായകന്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് രജിഷ മാക്സിമം എത്രത്തോളം പറ്റുമോ
അത്രത്തോളം കൂടെ നിന്നു, ആത്മാർത്ഥമായിട്ട് കൂടെ നിന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. രജിഷയുടെ കാര്യം മാത്രമല്ല, ദിവ്യപ്രഭയുടെ കാര്യം ഇങ്ങനെയാണ്, വിഷ്ണു അഗസ്ത്യ എല്ലാവരുടെ കാര്യം ഇതുപോലെ തന്നെയാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും നന്ദു തൊട്ടിട്ട് എല്ലാവരും ഇതേപോലെ എല്ലാ ഡയറക്ടറുടെ പരീക്ഷണങ്ങൾക്കും അനുസരിച്ച് അവരുടെ കഴിവിന്റെ മാക്സിമം ആയിട്ട് നിന്നു. അതിന്റെ ഔട്ട് ഇതിനകത്ത് കാണാനുണ്ട്. സോ ഇതിനകത്ത് ടെക്നിക്കലി നോക്കുന്ന സമയത്തും പെർഫോമൻസ് നോക്കുന്ന സമയത്തൊക്കെ നല്ലതാണെങ്കിലും ഈ പറഞ്ഞ പോലെ നരേറ്റീവ് ടൈറ്റ്നസ് എന്ന് പറയുന്ന സംഗതി ഇല്ല. അതുകൊണ്ട് തന്നെ കഥ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് മടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് 2046 ആണെങ്കിലും നമുക്കറിയാത്ത ഫ്യൂച്ചറിസ്റ്റിക് സംഭവങ്ങളാണെങ്കിലും ശരി, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്.